കഷ്ടിച്ചൊരു ദിവസത്തെ ടൈം കൊണ്ടിട്ട് നമ്മളിത് എത്ര കേക്ക്സാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിക്കണ്ട്. തലേ ദിവസം പിറ്റേ ദിവസമൊക്കെ ആയിട്ട് ഓർഡർ ആട്ടോ ആയതുകൊണ്ടിട്ട് നല്ല തിരക്കുള്ളൊരു ദിവസത്തെ ബേക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു വൈകുന്നേരം, തലേ ദിവസം ഒരു വൈകുന്നേരം ടൈമിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കിടക്കുന്നതിന് മുൻപ്, ഉറക്കം ഇല്ലയെന്ന് തന്നെ പറയാം, എന്നാലും കിടക്കുന്നതിന് മുൻപ് ക്രം കോട്ടിങ് വരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഫ്രഷ് മാംഗോസൊക്കെ കൊണ്ടിട്ടുള്ള ഒരു കേക്കാണ്. നമ്മളങ്ങനെ എല്ലാ ഫില്ലിങ്സും വാരി വലിച്ച് കാണിക്കാറില്ലെന്നറിയാമല്ലോ, പക്ഷേ ഇതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള കേക്ക്സ് വരുമ്പോൾ എന്തായാലും കാണിച്ചല്ലേ പറ്റൂ. അങ്ങനെ നമ്മളുടെ ഒരു ഫ്രിഡ്ജ് ഫുള്ള് നിറച്ച് നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചു. ബാക്കിയെല്ലാം അമ്മയുടെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു നൈറ്റ് ഇരുന്നിട്ട് എല്ലാം ക്രം കോട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം ഫൈനൽ ഫിനിഷിങ് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. കുറച്ച് നമ്മളുടെ ഫൗണ്ടൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ചെറിയ ഉറക്കം കഴിഞ്ഞിട്ടുള്ളൊരു ഗ്യാപ്പിലിരുന്ന് ചെയ്തിട്ട് ഓരോന്നും കൊടുക്കുന്നതിന് ഒരുപാട് ടൈം മുമ്പല്ലാതെ നമ്മൾ ക്രം കോട്ടും കഴിഞ്ഞിട്ട് ഫിനിഷ് കോട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനങ്ങനെ ഒരുപാട് മുൻപേ ഫിനിഷ് കോട്ട് ചെയ്ത് വെക്കാറില്ല. എൻ്റെ ഫ്രിഡ്ജിൻ്റെ കൂളിങ്ങിൻ്റെ പ്രോബ്ലം ആണോ അല്ലെങ്കിൽ നമ്മൾ വളരെ തിന്നായിട്ട് ആ ഫൈനൽ ഫിനിഷിങ് ചെയ്യുന്നതിൻ്റെ ആണോ എന്നറിയത്തില്ല. ചിലപ്പോൾ രണ്ടും ആകാം. നമ്മളിങ്ങനെ ചെയ്ത് വെക്കുമ്പോഴേക്കും ചെറിയൊരു വിള്ളൽ പോലെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാനൊരു 2 hours ഒക്കെ മുൻപേ അത്രേ ഞാൻ ആ ഒരു ഫൈനൽ ഫിനിഷിങ് ചെയ്യാറുള്ളൂ. ചിലപ്പോൾ ആ ഒരു 2 hours-ൻ്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ ഈ ഒരു പൊട്ടുപാട് വീഴാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അടുത്ത ടൈമിലാണ് ഞാൻ എപ്പോഴും ഫൈനൽ ഫിനിഷിങ് ചെയ്യുന്നത്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ, എപ്പോഴും നല്ല സെറ്റായിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മളുടെ ഈ ഒരു ഫൗണ്ടൻ വർക്കെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അതെല്ലാം നല്ല എഴുന്നേറ്റ് നിൽക്കുന്നത്. പിന്നെ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു ഫുൾ സെറ്റിംഗ് ആയിരുന്നു. നമ്മളത് കൊണ്ടുപോയി റെഡിയാക്കി. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മളുടെ ആ ഒരു ആദ്യം ചെയ്ത മാംഗോ കേക്ക്, അതാണ് സിമ്പിൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളുടെ ഗനാഷാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിലങ്ങനെ ഓവർ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഗനാഷ് ഒഴിച്ചിട്ട് ഒരു ചെറിയൊരു ബോർഡർ വർക്കും കൂടി കൊടുത്ത് സിമ്പിളായിട്ട് കുറച്ച് ബട്ടർഫ്ലൈസും വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട് 1/2 kg വരുന്ന ഒരു ഹാഫ് ബർത്ത്ഡേ കേക്കായിരുന്നു. ഇത് നമുക്ക് കസ്റ്റമർ ഒരു എന്താ പറയുക ഫോണ്ടൻറ്റിൻ്റെ ഒരു വർക്കുള്ള ഒരു കേക്ക് കാണിച്ചു തന്നിട്ട് അത് ഫുള്ളായിട്ട് ഫോണ്ടൻ്റൊക്കെ എല്ലാം മാറ്റി പ്രിൻറ്റിൽ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം അതുപോലെയൊക്കെ വരുന്നൊരു പ്രിൻ്റൊക്കെ എടുത്ത് ബാക്കി കുറച്ചും കൂടി എൻ്റെ ഐഡിയൊക്കെ ചേർത്തിട്ട് ഈ രീതിക്കാണ് നമ്മളുടെ കേക്ക് റെഡിയാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് തന്ന ഡിസൈൻ കൂടി ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതായിരുന്നു തന്ന ഡിസൈൻ. അതങ്ങനെ ഫോണ്ടൊന്നും ഇല്ലാതെ, പക്ഷേ ഏകദേശം അതുപോലെയൊക്കെ തന്നെ ആക്കി കുറച്ച് എൻ്റെ കൂടി ഐഡിയാസൊക്കെ ചേർത്തിട്ട് നമ്മൾ ആ ലുക്ക് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു 1 kg കേക്കായിരുന്നു. കസ്റ്റമൈസ് തന്നെ ആയിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് കളേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞിട്ട് സിമ്പിളായിട്ട് കുറച്ച് എന്താ പറയുക JCB ഒക്കെ വെച്ചിട്ട് ചെയ്യാനുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രീൻ കളറൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തിട്ട് JCBയുടെ തീമൊക്കെ വെച്ചിട്ട് ചുറ്റും കുറച്ച് പ്രലൈൻസും ചോക്കോ ചിപ്സും ഒക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കുവാണ്. ഇത് ഞാൻ പിന്നെ മിക്ക കേക്ക്സും ഞാനൊന്ന് പ്രാദേശികവൽക്കരിക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും കിട്ടുന്ന കേക്കുകളെല്ലാം ഈ പുറത്തുള്ള വെസ്റ്റേൺ കൺട്രീസിലൊക്കെയുള്ള ആൾക്കാർ ചെയ്ത കേക്കിൻ്റെ മോഡൽസാണ് നമുക്ക് മിക്കപ്പോഴും കിട്ടുന്നത്. കൂടുതൽ ഈ പിൻട്രസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ ഇതിലിപ്പോൾ പ്രലൈൻസ് ഞാൻ ഇട്ടേക്കുന്ന സ്ഥലത്ത് എനിക്ക് തന്ന കേക്കിൽ വേറെ എന്തോ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. പക്ഷെ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ഏകദേശം സിമിലർ ആയിട്ടുള്ളത് പ്രലൈൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. അങ്ങനെ നമ്മൾ കുട്ടി കുട്ടി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് മിക്ക കേക്ക്സും ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. എന്നാലും കസ്റ്റമേഴ്സിനോട് നമ്മൾ ചോദിക്കും കേട്ടോ. അപ്പോൾ അവർ ഓക്കെ പറയും. കാരണം അവർക്ക് ആ ഒരു ലുക്ക് കിട്ടിയാൽ മതി. ആ ലുക്ക് എപ്പോഴും നമ്മൾ ഓക്കെ ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മളെപ്പോഴും ചെയ്യാത്തൊരു ഡിസൈനായിരുന്നു കേട്ടോ. ഇങ്ങനൊരു റോഡിൻ്റെ ഒരു കൺസെപ്റ്റൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ആദ്യമേ കട്ട് ചെയ്തു. അതങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതൊരു റോഡാണ് എന്നുള്ളൊരു രീതിക്കാണ് നമുക്ക് തന്ന പിക്കിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതങ്ങോട്ട് വേസ്റ്റ് പോകണ്ടല്ലോ എന്ന് കരുതി കേക്ക് കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട് ആ കട്ട് ചെയ്ത ഭാഗം കൂടി നമ്മളുടെ കേക്കിലേക്ക് തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. എനിക്ക് തന്ന പിക്കിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല, പക്ഷെ ഞാൻ ആ സൈഡിൽ കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ട് അതും കൂടി അങ്ങോട്ട് വെച്ച് കൊടുത്തു. എനിക്കറിയാമല്ലോ, എനിക്ക് കേക്ക് വേസ്റ്റ് പോകുന്നത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം കേക്ക് എവിടെയൊക്കെ സേവ് ചെയ്യാൻ പറ്റുമോ അത്രയും സേവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോഴേക്കും കസ്റ്റമർ നമ്മൾ ആ ഓർഡർ ചെയ്ത് അത്രയും കേക്ക് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ കേക്കിൻ്റെ ലുക്കും മാറാതെ നമുക്കത് ചെയ്യാൻ പറ്റി കേട്ടോ. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് ഈ ബ്ലൂ കളറിലെ ഈ ഒരു പൈപ്പിംഗ് ബാഗിലാണ് നമ്മൾ ക്രീം കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ കട്ടിങ്ങും കാര്യങ്ങളും മെറ്റീരിയൽസൊക്കെ ഉള്ള കേക്ക് വരുമ്പോൾ
ടൈം കളയാതിരിക്കാൻ നമുക്ക് എപ്പോഴും ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ അതിൻ്റെ ടോപ്പ് പോർഷൻ മാത്രം നന്നായിട്ടൊന്ന് ആക്കിയാൽ മതി. കാരണം സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ ഗ്രാസും എക്സ്ട്രാ ഒരു ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടോപ്പ് മാത്രം നമ്മൾ അങ്ങനെ ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് ഒഴിച്ചു വിട്ടിട്ടുണ്ട്. അതിൽ വേറെ വർക്ക് വരും. എന്നിട്ടൊരു 7 എന്ന് പറഞ്ഞ നമ്പറാണ് നമുക്ക് ചെയ്യാൻ തന്നത്. അപ്പോൾ 7 നമ്പർ ചെയ്തിട്ട് ഒരു റോഡിൻ്റെ ഒരു ഇതൊക്കെ പോലെ കുറച്ച് ബ്ലാക്ക് ഗനാഷൊക്കെ കൊടുത്ത് സൈഡിലും ബ്ലാക്ക് ഗനാഷൊക്കെ കൊടുത്ത് നമ്മളുടെ കുറച്ച് എന്താ പറയുക ചോയ് കാസൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ലുക്ക് അങ്ങോട്ട് തീർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ റോഡ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും വരുന്നൊരു കമൻറ്റാണ് കേട്ടോ, ആഷ് കളറിലെ ക്രീം യൂസ് ചെയ്തുകൂടെയെന്ന്. പിന്നെ നമ്മൾ ഈ ടേസ്റ്റ് കൂടി നോക്കുമല്ലോ. അപ്പോൾ ആഷ് കളറിലെ ക്രീമിനെല്ലാം കുറച്ച് ടേസ്റ്റ് നമ്മളുടെ ഈ ബ്ലാക്ക് ഗനാഷിന് തന്നെയല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയാൻ മറക്കല്ലേ. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മളുടെ ആ ഒരു ഡ്രീം കേക്ക് പറയണ്ടല്ലോ, എത്ര വർഷമായി, ഇപ്പോൾ ഒരു 3-4 വർഷമായി തോന്നുന്നു ഡ്രീം കേക്ക് ഇങ്ങനെ എന്താ പറയുക ആ ഒരു അരങ്ങ് വിടാതെ ഇങ്ങനെ വാണുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ബോക്സൊക്കെ എപ്പോഴും എടുത്ത് വയ്ക്കും. കാരണം എപ്പോഴെങ്കിലും ഒരു 3-4 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ഡ്രീം കേക്കിൻ്റെ ഓർഡർ എനിക്ക് വരാറുണ്ട്. അപ്പോൾ ആ ഒരു മൂസ് കറക്റ്റായിട്ട് ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മിക്കവരും ഈ ഒരു നമ്മളുടെ നോർമൽ വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും നമ്മൾ ആ ഒരു മൂസാണ് കേട്ടോ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മളത് കഴിക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ഫീലും കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടുന്നത്. പിന്നെ നമ്മളുടെ മിൽക്ക് ചോക്ലേറ്റും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് കൊക്കോ പൗഡർ കൂടി റെഡിയാക്കി അത് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോൾ ഡ്രീം കേക്കിൻ്റെ ഓർഡർ വന്നാലും എനിക്ക് വേണ്ടി ഒരു കുട്ടി ഡബ്ബ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. ഇങ്ങനെ കുട്ടി ഡബ്ബാസ് ഞാൻ എപ്പോഴും ഇങ്ങനെ വാങ്ങിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് ക്രേവിങ്സൊക്കെ വരുമ്പോൾ ഞാൻ ഇതുപോലെ കുട്ടി ടബിലൊക്കെ ഉണ്ടാക്കി ഓർഡർ വരുമ്പോൾ മാത്രം കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ ഒരു ടബിൻ്റെയും നമുക്ക് കൊടുക്കാനുള്ള 1/2 kgയുടെയും വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനൊപ്പം തന്നെ 2 1/2 kg കേക്ക്സ് കൂടി ആ ടൈം തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു 1.5 kg കേക്കാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2 kg അല്ല കേട്ടോ, കാരണം അത്രയും ഹൈറ്റ് ഇല്ല. അപ്പോൾ മിക്കവാറും ഞാൻ 2 kg സൈസിൽ 1.5 kg പരത്തി എടുത്തതായിരിക്കാനാണ് ചാൻസ്. ഓർമ്മയില്ല, വേറെ ഒന്നുമല്ല, കുറച്ച് ടൈം മുന്നേ ഉള്ള കേക്ക്സാണ് കേട്ടോ ഇതെല്ലാം. കാരണം ഇപ്പം നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും കുറേ നാളായല്ലോ ഒന്നും കാണുന്നില്ലല്ലോ വീഡിയോസൊന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മളുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ ക്ലാസ്, നമ്മളുടെ നോർമൽ ഓർഡേഴ്സ്, അങ്ങനെ എല്ലാം കൂടി ഞാൻ ശരിക്കും നല്ല ഓട്ടത്തിലായിരുന്നു. അപ്പം അതിനിടയ്ക്ക് നമുക്ക് ഈ ഒരു വീഡിയോസ് കൂടി എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായില്ല, അതാണ് പറ്റിപ്പോയത്. പിന്നെ ഞാനിപ്പോൾ 2ാമത്തെ വർഷമാണ് നമ്മളെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. എനിക്ക് കഴിഞ്ഞ വർഷത്തിൻ്റെ ഒരു 3 ഇരട്ടി സ്റ്റുഡൻസിന് ഈ വർഷം കിട്ടിയിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കേട്ടോ. ശരിക്കും നിങ്ങളെ എനിക്ക് തന്ന ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഒരു എനർജി ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കിയതും ആ ഒരു വീട്ടിലെല്ലാവരും അഭിപ്രായം പറഞ്ഞത്, ഇഷ്ടമായത്, നന്നായിട്ട് വന്നത്, അങ്ങനെ ഒരുപാട് കഥകൾ പറയുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ തോന്നുന്നത്. ഭയങ്കര പ്രൗഡായിരുന്നു ആ ടൈമിലൊക്കെ ഞാൻ. നമ്മുടെ ക്ലാസ്സസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഫ്രൈഡേ വരെയുള്ള സ്ലോട്ട്സൊക്കെ എല്ലാം ഇപ്പോൾ തന്നെ കംപ്ലീറ്റഡ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ളതൊക്കെ കാണത്തുള്ളൂ. എന്തായാലും ഞാനൊരു 17th വരെ നമ്മുടെ ക്ലാസ് മിക്കവാറും കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ. കാരണം അത് കഴിയുമ്പോൾ നമ്മുടെ പ്ലമ്മിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ തിരക്ക് വരും. അപ്പോൾ മാക്സിമം 17th വരെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഈ കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതല്ലോ, ചെറിയൊരു പണി കിട്ടിയായിരുന്നു. താഴെ ഡമ്മിയാണ്, അപ്പോൾ ടോപ്പിലെ കേക്ക് നല്ല ദൂരം ഉള്ളത് കൊണ്ടിട്ട് ഞാനതൊന്ന് ഫ്രീസ് ചെയ്തു. പ്രശ്നം പറ്റിയത് പുറത്ത് ചൂടായിരുന്നു, ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് ഇതിൽ ആ ഒരു പുറത്ത് വയ്ക്കുമ്പോഴുള്ള ടൈപ്പ് വെള്ളത്തുള്ളികൾ വന്നു. നമ്മളിവിടെ കൊണ്ട് ചെന്നത് തുറന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവൻറ്റുകാരുടെ വർക്കായിരുന്നു. അപ്പോൾ അവരാണ് നമുക്ക് ഫ്ലവേഴ്സ് തരുന്നത്. അപ്പോൾ തമ്മിൽ ഭേദപ്പെട്ടൊരു വശം നോക്കിയിട്ട് ഞാൻ ഈ ഫ്ലവേഴ്സ് വെച്ചു. പക്ഷെ ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാനപ്പോൾ എൻ്റെ ബ്രദറിനോട് ചോദിച്ചുകൂടെ എങ്ങനെയുണ്ടെന്ന്. അവൻ പറഞ്ഞു പെട്ടെന്നൊന്നും തോന്നത്തില്ല, കാരണം എന്താ പറയുക, നമുക്ക് വർക്ക് തന്ന ആൾക്ക് പോലും കാര്യം മനസ്സിലായിട്ടില്ല. പിന്നെ ഇത്തിരി ലോങ്ങിൽ നിന്നാണല്ലോ ഇത് കാണുന്നത്, പെട്ടെന്നൊരു ഡിസൈനാണെന്നൊക്കെ വിചാരിച്ചോളും എന്നൊക്കെ സമാധാനിച്ച് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായില്ല, പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അങ്ങനെ എന്താ പറയുക, നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണല്ലോ എല്ലാ കേക്ക്സും ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു ചെറിയൊരു ഫ്ലോപ്പ് വന്നാൽ പോലും നമുക്ക് എന്താ പറയുക ചെറിയൊരു വിഷമവും ബുദ്ധിമുട്ടൊക്കെയാണ്.
പിന്നെ അവരൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് ആകെ ഒരു ആശ്വാസം ഉണ്ടായത്. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഈ ലാസ്റ്റ് ടൈം ഫ്രീസിങ് ഒക്കെ അങ്ങോട്ട് നിർത്തിയിട്ടോ. നമുക്ക് ഓരോ പ്രശ്നങ്ങളും അടികളൊക്കെ കിട്ടുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആ പാഠം പഠിച്ചു. അങ്ങനെ ആ കേക്കും ഇതിൻ്റെ രണ്ടാമത്തേത് ഈ കേക്കൊക്കെ അങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് കൊടുത്തേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേക്കിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. കസ്റ്റമൈസ്ഡ് കേക്ക് അവർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതും കസ്റ്റമൈസ്ഡ് കേക്ക് തന്നെയായിരുന്നു. കുറച്ച് മാക്രോൺസ് ആയിരുന്നു ഇതിലുണ്ടായിരുന്ന ഡിസൈൻ ആകെ വന്നിട്ട്. പിന്നെ ഈ ഒരു നോസിൽ വർക്കും. അപ്പോൾ ആ ഒരു പിക്കിലുണ്ടായിരുന്നതുപോലെ നമ്മൾ മാക്രോൺസൊക്കെ അറേഞ്ച് ചെയ്ത് ആ നോസിൽ വർക്കൊക്കെ എല്ലാം കൊടുത്തിട്ട് കുറച്ച് ഷുഗർ ബീഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ ലുക്കും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതൊരു മാഷ കേക്ക്. പ്രത്യേകിച്ചൊന്നുമില്ല, പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു 1/2 kg ആണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പ്രിൻറ്റ് നമ്മൾ നേരത്തെ വിട്ട് വയ്ക്കും കേട്ടോ. എനിക്കിവിടെ പ്രിൻറ്റ് വെട്ടിത്തരാൻ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷനൊന്നുമില്ല. നമ്മൾ പ്രിൻ്റൊക്കെ എല്ലാം കൃത്യമായിട്ട് എടുത്ത് അതങ്ങോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കേക്കിൽ നമ്മളിതാ ഇങ്ങനെ ഒരു മോൾഡിൽ വയ്ക്കുന്ന ഒരു നെയിമാണ് ചെയ്യുന്നത്. ഇത് ചോക്ലേറ്റ് ആണ് കേട്ടോ. നമുക്കിങ്ങനത്തെ ചോക്ലേറ്റ് മോൾഡ് കിട്ടത്തില്ലേ, ഇതെനിക്ക് ഭയങ്കര നോസ്റ്റ് പഠിക്കുന്നതെന്നും കൂടിയാണ്. കാരണം ഞാൻ ഈ നെയിമൊക്കെ എഴുതാൻ പഠിക്കുന്നതിന് മുൻപേ എൻ്റെ എല്ലാ കേക്കിലും ഇങ്ങനെയാണ് ഞാൻ നെയിം ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ആ ഒരു ഫസ്റ്റ് സമയത്തേക്ക് ഒരു 2 yearsോളം ഞാൻ ഇങ്ങനെ തന്നെയാണ് നെയിം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതും ലാസ്റ്റത്തെ ഒരു കേക്കും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എല്ലാ കേക്കും കണ്ടില്ലേ? ഒരു കുഞ്ഞ് കമൻറ്റ് മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യണം, ഒരു കുഞ്ഞ് കമൻറ്റ് തരണം, ഹൈപ്പും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും കാണാവേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.